ഹായ്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ലിസ്റ്റിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഞങ്ങളുടെ ആൾട്രോസ് എടുത്തിട്ട് ഓൾമോസ്റ്റ് 4 ഇയേഴ്സായി. അപ്പം ഇതുവരെയായിട്ട് 60,000 കിലോമീറ്റർ പോയി. അപ്പം ടയർ ഏകദേശം പണിയിട്ട് തുടങ്ങി. അതുകൊണ്ട് ടയർ മാറ്റണം. അപ്പോൾ യോക്കോഹോമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ടയർ എടുക്കാനാണ് പ്ലാൻ. അതിൻ്റെ റിവ്യൂസ് നല്ലതാണെന്ന് കേട്ടു. അപ്പം കുറച്ച് കൂടെ ഹൈറ്റുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇപ്പം ഭയങ്കര അടി തട്ടും. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള രീതിയിലുള്ളൊരു ടയറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് അതാണ് ഒരു പ്ലാൻ. ഓക്കെ, സൂപ്പർമാൻ റിലീസായി. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ബത്തേരിയുള്ള ഐശ്വര്യ തിയേറ്ററിലേക്ക് പോകണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ലിസ്റ്റുള്ളത്. പോകാം. അപ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ ടയർ മാറ്റാൻ പോകുന്നത്. നമ്മൾ ടയറൊക്കെ അഴിച്ച് ഇതിങ്ങനെ പൊന്തിച്ച്, ഞാൻ ഈ ഒരു പ്രോസസ്സ് ആദ്യമായിട്ടാണ് കാണുന്നത്. വണ്ടീനെ ഇങ്ങനെ കയറ്റി ഈ ടയറാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതിങ്ങനെ കറക്കി കയറ്റി വെച്ചിട്ട് സംഭവം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. 4 ടയറും മാറ്റണമായിരുന്നു, പക്ഷേ ടിം എന്ന് പറയുമ്പോഴേക്ക് പരിപാടി കഴിഞ്ഞു. 4 ടയറും ഫാസ്റ്റായിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് അവരൊരു ടെസ്റ്റ് ഡ്രൈവിന് പോയി. ടയർ സെറ്റായതിനു ശേഷം നേരെ പടം കാണാൻ വേണ്ടിയിട്ട് ബത്തേരിയിലുള്ള ഐശ്വര്യ തിയേറ്ററിലേക്ക് വന്നു. ബത്തേരിയിലെ ഒരു വലിയൊരു തിയേറ്ററാണ് ഈ ഐശ്വര്യ അതുല്യ എന്ന് പറയുന്ന ഈ ഒരു തിയേറ്റർ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള സോഫ, ആ ടിക്കറ്റ്സിൻ്റെ ഒക്കെ ചാർജ് അവിടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്നും കാര്യമായിട്ട് അതൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറി. സൂപ്പർമാൻ വേണ്ടിയിട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐശ്വര്യയും അതുല്യയും കമ്പയർ ചെയ്യുമ്പോൾ ഐശ്വര്യയാണ് വലിയ തിയേറ്റർ, അതുല്യ കമ്പാരിറ്റീവ്ലി ചെറിയ തിയേറ്ററാണ്. ഫെസിലിറ്റീസ് കൂടുതലുള്ളത് ഐശ്വര്യയിലാണ്. ഈ കാണുന്നതൊക്കെയും ഇവിടെ ഏറ്റവും കൂടുതൽ ഓടിയ പടങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് 250 ദിവസം ഞാൻ ഓടിയ തെങ്കാശി പട്ടണമാണ് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്. ഇതെൻ്റെ ഒരു ഊഹമാണ്, ഇങ്ങനെയാണ്, എനിക്കറിയത്തില്ല ഇത് കറക്റ്റാണ്. ഈ കാണുന്നത് ഒരു പുരാവസ്തു ആണോ അല്ലെ പണ്ടിവിടെ യൂസ് ചെയ്ത പ്രൊജക്ടറാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഏതും ആകാം, ഒരു തിയേറ്റർ അല്ലേ, ചിലപ്പം പുരാവസ്തു പോലെ ഒന്ന് വെച്ചതും ആകാം, അല്ലെ യൂസ് ചെയ്തതും ആകാം. അപ്പോൾ ഓരോ തിയേറ്ററിൻ്റെ മുമ്പിലും അവിടെയുള്ള സ്പെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതുല്യയുടെ ഇൻസൈഡ് നോക്കിയാൽ ഇത് വലിയ തിയേറ്ററാണ്, അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കമ്പയർ ടു ഐശ്വര്യ ഇത് ചെറുതാണ്. എത്ര ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ? ഐശ്വര്യയുടെ ഇൻറ്റീരിയർ ഇതുപോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. രണ്ടും ഒരുപോലെയല്ല അവർ ചെയ്തിട്ടുള്ളത്. ഐശ്വര്യയുടെ ഇൻറ്റീരിയർ കുറച്ചുകൂടി എനിക്കിഷ്ടം ഐശ്വര്യയുടെ ഇൻറ്റീരിയറാണ്. പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് അതൊരു നെഗറ്റീവായി എനിക്ക് തോന്നും. കാര്യം ഭയങ്കര കൂക്കി വിളിയും അങ്ങനെ ഉള്ളൊരു സംഭവങ്ങൾ ഇതിനുള്ളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. അപ്പുറത്തെ തിയേറ്ററിൽ അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ നമുക്ക് സൈലൻ്റായി കാണണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ തിയേറ്റർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ സൂപ്പർമാൻ കാണാൻ വന്നതാണെന്ന്. അതൊരു 3D പടമായിരുന്നു. അപ്പോൾ അതിന് 3D പടം ഓഫ്കോഴ്സ് അതിനൊരു കണ്ണട ഉണ്ടാവുമല്ലോ. അപ്പോൾ കണ്ണട ഇവിടെ നിന്ന് കിട്ടിയില്ല, നമ്മുടെ അടുത്ത് റിസപ്ഷനിൽ പോയി വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ റിസപ്ഷനിൽ പോയി വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിയത് ആ കണ്ണട കണ്ടിട്ട്. നമ്മുടെ സൂപ്പർമാൻ കാണേണ്ട കണ്ണട കണ്ടോ? ഈ ഉത്സവ പറമ്പിലൊക്കെ കിട്ടുന്ന ആ ഡൂക്കിലി 3D ഗ്ലാസ്, അത് വെച്ചിട്ട് വേണം ഈ ഒരു പടം കാണാൻ. കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയി. അത് മര്യാദയ്ക്ക് കണ്ണിന് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ വേണമായിരുന്നു കാണാൻ. കണ്ണടയുടെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പടം അടിപൊളിയാണ്. നല്ലൊരു തിയേറ്ററിൽ പോയി, പ്രത്യേകിച്ച് ഐമാക്സ് തിയേറ്ററിലൊക്കെ ആണെങ്കിൽ അടിപൊളി വിഷ്വൽസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ പടം കണ്ടിറങ്ങി. ഞങ്ങൾ കയറിയ തിയേറ്റർ കുറച്ച് ഇന്ന് ഈ പടത്തിനോട് വലിയ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് 3D കണ്ണട എന്ന് പറഞ്ഞിട്ട് തന്ന കണ്ണട, പടം 3D ആണല്ലോ, ഇതുണ്ടോ നമ്മൾ ബാലരമേന്നൊക്കെ ഫ്രീ കിട്ടുന്ന പോലത്തെ കണ്ണട. പടത്തിന് ആളുണ്ടായിരുന്നില്ല, ആകെ ഒരു 8 ആളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ.
അപ്പോൾ ആ കണ്ണടയുടെ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതല്ലാതെ പടം അടിപൊളിയാട്ടോ, പടം കാണണം. എന്താ ഇതിന് ഇത്ര ആൾ കുറവെന്ന് അറിയില്ല, പക്ഷെ നല്ല പടമാണ്. അതിലൊരു ഡോഗുണ്ട്, ഡോഗിന് ഭയങ്കര ഇഷ്ടമായി. നല്ല പടം, കാണണം.